ഹലോ എവരിവൺ, ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ MG കോമറ്റ് ഒന്ന് അവിടെ സർവീസിന് കൊടുത്തപ്പോൾ പകരം കേർട്ടസി കാറായിട്ട് അവർ തന്ന വണ്ടിയാണിത്. ആക്ച്വലി അവരുടെ തന്നെ MG കോമറ്റ് അവരുടെ അടുത്ത് സർവീസിന് കൊടുത്തിട്ട് അവരുടെ വേറൊരു വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്, ഇതിൻ്റെ ബേസ് മോഡൽ ഇപ്പോൾ 9.98 lakhs ഉള്ളൂ. അപ്പോൾ അതായത് ഓൺ റോഡ് ഒരു 11.8 lakhs നമുക്ക് ആ വണ്ടി കിട്ടും. അതുപോലെ തന്നെ കോമറ്റിൻ്റെ ബേസ് മോഡലിന് 6.98 lakhs ആണ്. അപ്പോൾ അതും ഒരു 7.7 lakhs നമുക്ക് ഓൺ റോഡ് കിട്ടും. അപ്പോൾ നമുക്കൊരു അണ്ടർ 20 lakhs ഒരു 2-car ഗരാജ് വേണം. ഇപ്പോൾ വൈഫിനും ഹസ്ബൻഡിനും ഓരോ വണ്ടി വേണം, അല്ലെങ്കിൽ സിറ്റിയിൽ ഓടിക്കാനൊരു വണ്ടി വേണം, ഫാമിലി കാർ വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നമുക്കൊരു 20 lakhs വേണമെങ്കിൽ മേടിക്കാൻ പറ്റും. ആൻഡ് അതൊരു ഭയങ്കര ഒരു പ്രൊപ്പോസേഷനാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഡെയിലി യൂസ് കണക്കാക്കിയിട്ട് നമ്മളൊരു ZS EV മേടിക്കുകയാണെങ്കിൽ അതിനൊരു 21 lakhs വരും ബേസ് മോഡലിന് ഓൺ റോഡ്. അല്ലെങ്കിൽ പോട്ടെ, നമ്മളിപ്പോൾ ഒരു ഹൈബ്രിഡ്, ഇപ്പോൾ ഒരു ഗ്രാൻഡ് വിറ്റാറ അല്ലെങ്കിൽ ഒരു ഹൈ റൈഡർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഏകദേശം ഒരു 20-22 ലക്ഷം രൂപ വരും. ആ ഹൈബ്രിഡ് തന്നെയാണ് നമ്മൾ രണ്ട് വണ്ടിയായിട്ട്, ഒരു പെട്രോൾ കാറായിട്ട് ഇതും മേടിക്കും, ഒരു ഇലക്ട്രിക് കാറായിട്ട് നമുക്ക് കോമറ്റും മേടിക്കാം. നമുക്ക് ഡെയിലി ഡ്രൈവിന് വേണ്ടിയിട്ട് നമുക്ക് കോമറ്റ് കിട്ടും, സിറ്റിയിൽ പോകാനൊരു ചെറിയൊരു കാറും കിട്ടും, അത്യാവശ്യം പ്രാക്ടിക്കലാണ്, വളരെ യൂസബിളാണ്, ഒരു 170 കിലോമീറ്റർ റേഞ്ച് കിട്ടും. അതിൻ്റെ കൂടി ഇതുപോലെ ഒരു പെട്രോൾ വണ്ടിയും കൂടി മേടിക്കുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് റേഞ്ചും കിട്ടും, നമുക്ക് എത്ര വേണേലും ഓടിക്കാം, പെട്രോൾ അടിക്കുന്നിടത്തോളം നമുക്ക് എത്ര ഡിസ്റ്റൻസ് വേണേലും ഓടിക്കാൻ പറ്റും. ആൻഡ് വളരെ യൂസബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്, അത്യാവശ്യം നല്ലൊരു ഫാമിലി കാറാണ്. ഈ അടുത്ത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരാൾ ചോദിച്ചു, ഞാൻ നിസാൻ മാഗ്നൈറ്റ് മേടിക്കണോ അതോ ബേസ് മോഡൽ ആസ്റ്റർ മേടിക്കണോ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇതിൻ്റെ പ്രൈസ് പോയിന്റ് ഇപ്പോൾ റിവിഷൻ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പഴയ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മുന്നേ ഹ്യുണ്ടായി ക്രെറ്റ, കിയ സെൽറ്റോസ്, അതുപോലെ മാരുതി ഗ്രാൻഡ് വിറ്റാറ, ടൊയോട്ട ഹൈ റൈഡർ, അതുപോലെ സ്കോഡ കുഷാക്ക്, ഫോക്സ്വാഗൻ ടൈഗൺ ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് റിവിഷൻ കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ മാരുതി ബ്രസ, അതുപോലെ ഹ്യുണ്ടായി വെന്യൂ, കിയ സോണറ്റ്, അതുപോലെ ടാറ്റ നെക്സോൺ, മഹീന്ദ്ര 3XO ഇതിൻ്റെയൊക്കെ സെഗ്മെൻറ്റിലേക്കാണ് ഇപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ടോപ്പ് എൻ വേരിയൻറ്റ് ഇപ്പോൾ നിസാൻ മാഗ്നൈറ്റിൻ്റെയും ടാറ്റ പഞ്ചിൻ്റെയൊക്കെ ഏകദേശം ഇത്രയും തന്നെ വില വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ അത്യാവശ്യം ഒരു വാല്യൂ പ്രൊപ്പോസിഷനായിട്ട് നമുക്ക് ഈ വണ്ടി കാണാൻ പറ്റും. നമ്മൾ മുന്നേ ഒരിക്കൽ ടോക്കിംഗ് ആഴ്ചയിൽ ഇത് ഫസ്റ്റ് ടൈം നമ്മൾ റിവ്യൂ ചെയ്ത സമയത്ത് നമ്മൾ ഇതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് എത്രത്തോളം വാല്യൂ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ബേസ് മോഡൽ നമുക്ക് ഗവൺമെൻറ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇപ്പോൾ ABS, എയർ ബാഗ്, അല്ലെങ്കിൽ പാർക്കിംഗ് സെൻസർ, അങ്ങനത്തെ ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിന് പുറമേ നമുക്ക് ESP കിട്ടുന്നുണ്ട്, ABD വരുന്നുണ്ട്, കോർണറിങ് ബ്രേക്ക് അസിസ്റ്റ് പോലത്തെ ഒരു ഫീച്ചർ വരുന്നുണ്ട്, ഓൾ വീൽ ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്, അതുപോലെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ വലിയ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുമാതിരി ഒരു ഫാമിലി കാറിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈവൻ ബേസ് മോഡലിൽ തന്നെ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിലേക്ക് നമുക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഫുൾ പാനറാമിക് സൺറൂഫ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലെവൽ 2 ADAS ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചർ പാക്ഡ് ആണ് ഈ വണ്ടി. പക്ഷേ എന്നാലും പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ സെഗ്മെൻറ്റിൽ നമ്മളൊട്ടും ആളുകൾ പലപ്പോഴും അങ്ങനെ കൺസിഡർ ചെയ്യാത്തൊരു വണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ ആസ് ഓഫ് നൗ ഇതൊരു വാല്യൂ പ്രൊപ്പോസിഷനാണ്. ഇപ്പോൾ നമ്മൾ ബേസിക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു മാഗ്നൈറ്റ് ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിനേക്കാൾ വളരെ ബെറ്റർ എഞ്ചിനീയർഡ് വണ്ടിയാണ്. കാരണം ഇതൊരു എക്സ്പെൻസീവ് വണ്ടിയുടെ ചീപ്പർ വേരിയൻ്റാണ് നമ്മൾ മേടിക്കുന്നത്. ആൻഡ് ജനറൽ ക്വാളിറ്റി ആൻഡ് ഈ ക്യാബിൻ്റെ ഫീലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അപ്പ് മാർക്കറ്റായിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ ഈ സ്റ്റിയറിംഗ് വീല് ഇതൊരു ഫോക്സ് വാഗനിൽ നിന്ന് നേരെ ലിഫ്റ്റ് ചെയ്ത പോലത്തെ ഒരു വീലാണ്. കാരണം സൈക്ക് ചൈനയിൽ ഫോക്സ് വാഗൻ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ സ്റ്റിയറിംഗ് വീലിലേക്ക് ദേ ഹാവ് ആക്സസ് ടു ദാറ്റ്, ആ സെയിം ക്വാളിറ്റി മെറ്റീരിയൽസ് ഒക്കെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദേ ജസ്റ്റ് ക്യാരിഡ് ഇറ്റ് ഓവർ ടു വൺ ഓഫ് ദെയർ പ്രോഡക്ട്സ്. ഇവർ യൂറോപ്യൻ മാർക്കറ്റ്സിലൊക്കെ വിൽക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് അപ്പ് മാർക്കറ്റായിട്ട് ഫീൽ ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. AC വെൻസ് നമുക്കറിയാം Audi A3യുടെ സെയിം ആണ്, അത്യാവശ്യം ഹൈ ക്വാളിറ്റിയാണ്, ഷട്ട് ചെയ്യുന്ന ഫീലും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഞാൻ ഈ വണ്ടീനെ പറ്റി സത്യം പറയാൻ മറന്നിരിക്കുകയാണ്. ഇപ്പോൾ ZS EV നമ്മൾ പലപ്പോഴും ഓടിക്കും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്, നമ്മൾ അങ്ങനത്തെ ഒരു വണ്ടീനെ കുറിച്ച് പലപ്പോഴും സംസാരിക്കും. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വണ്ടി ആസ്റ്റർ നമ്മൾ പലപ്പോഴും വിട്ടു. ഇപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീഷനെ പറ്റി സംസാരിക്കുന്ന സമയത്തും നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴും നമ്മൾ പലപ്പോഴും ആസ്റ്ററിൻ്റെ പേര് നമ്മൾ ചിലപ്പോൾ വിട്ടു പോകാറുണ്ട്. പക്ഷേ ഐ തിങ്ക് ആഫ്റ്റർ ദിസ് പ്രൈസ് റിവിഷൻ ഇപ്പോൾ നല്ലോണം കൺസിഡർ ചെയ്യേണ്ട ഒരു വണ്ടിയാണ്. ബാക്കിയുള്ള ഇൻറ്റീരിയേഴ്സിലും ആ ഒരു ഫോക്സ് വാഗൻ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഡാഷ്ബോർഡിൻ്റെ അപ്പ പാട്ടൊക്കെ സ്റ്റിച്ച്ഡ് ആണ്, ലെതർ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ആൻഡ് ഈ ഒരു ഹോൾ ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ഏരിയ ഒക്കെ ഫുൾ ലെതററ്റ് പോലത്തെ മെറ്റീരിയൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ചെറിയ കുറച്ച് കാർബൺ ഫൈബർ പോലത്തെ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർക്കൊരു വലിയ കളർ ഡിസ്പ്ലേ ഉണ്ട്. ആൻഡ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റും അത്യാവശ്യം യൂസബിളാണ്. ആപ്പിൾ കാർപ്ലേയും അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. HVACയുടെ കൺട്രോൾസൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൺട്രോൾ ചെയ്യാം. അതിൻ്റെ താഴെ നമുക്ക് എസെൻഷ്യൽ ഫംഗ്ഷൻസൊക്കെ ഇവിടെ ബട്ടൺസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. സീറ്റ്സ് കംഫർട്ടബിൾ ആണ്. ഈ റെഡ് ആൻഡ് ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ചിലർക്ക് ഇഷ്ടമാവും, ഒത്തിരി സ്പോട്ടി ടച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ യു ക്യാൻ ഹാവ് ഇറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് ബേജ് ഓൾസോ. എക്കണോമിക്സ് ഒക്കെ ജനറലി വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഓടിക്കുമ്പോൾ യു ഗെറ്റ് ഗുഡ് വിസിബിലിറ്റി. നമുക്ക് സീറ്റിംഗ് പൊസിഷൻ വളരെ നല്ലതാണ്. ഈ രണ്ടാം റെസ്റ്റുള്ള രീതിയിൽ നല്ലൊരു പൊസിഷനാണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റിയറിംഗിന് റീച്ചും ബ്രേക്കൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്ക് സീറ്റും നല്ല കംഫർട്ടബിൾ ആണ്, നമുക്ക് 3 പേർക്ക് ഇരിക്കാം. ZS EVനെ വെച്ച് നോക്കുമ്പോൾ ഫ്ലോറിൻ്റെ ഹൈറ്റ് കുറച്ചും കൂടി ലോവറാണ്, ബാറ്ററി ബാക്ക് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേയും കൂടിയും ബെറ്റർ അണ്ടർ തൈ സപ്പോർട്ട് നമുക്ക് ബാക്ക് സൈഡിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ഒരു പാനറോമിക് സൺറൂഫൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ക്യാബിൻ്റെ അകത്ത് അത്യാവശ്യം ലൈറ്റ് ഉണ്ട്, ഒരു എയറി ഫീലൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഡാഷ്ബോർഡിൻ്റെ മുകളിൽ 2 ഉണ്ടക്കണ്ണുകൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫുൾ ടൈം. നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും തിരിച്ചു പറയാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നതാണ്. ഒരു കുഞ്ഞ് റോബോട്ടാണ് അത്, കുറച്ച് ഗിമ്മിക്കാണ്. ഞാൻ അതിനോട് ഇതുവരെ വർത്തമാനം പറയാനുള്ളൊരു മെൻ്റൽ ഇതിലോട്ട് എത്തിയിട്ടില്ല.
പക്ഷേ നമുക്ക് ഈ വണ്ടിയുടെ കുറേ കമാൻഡ്സ് ഇപ്പോൾ ഹിന്ദി ഇംഗ്ലീഷൊക്കെ അതിന് മനസ്സിലാവും, ഇംഗ്ലീഷ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വോയിസ് കമാൻഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ റെസ്പോണ്ട് ടു ദാറ്റ്. നമുക്ക് ഒരുവിധം ഫംഗ്ഷനാലിറ്റി ഒക്കെ അതിലുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് യു ഹാവ് സോ മച്ച് AI ഇൻ യുവർ ലൈഫ്, നമുക്ക് അത് വലിയ സംഭവമായിട്ടൊന്നും ചിലപ്പോൾ തോന്നണമെന്നില്ല. ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. 110 bhp 144 Nm ടോർക്ക്. വേറൊരു എഞ്ചിൻ ഓപ്ഷൻ കൂടി ഉണ്ട്, ഒരു 1.3 ലിറ്റർ 3 സിലിണ്ടർ ആണ്, പക്ഷേ ടർബോ ചാർജറാണ്. സോ യു ഗെറ്റ് 140 bhp ആൻഡ് 220 Nm. അതിനൊരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് അതിൻ്റെ കൂടെ വരുന്നത്. വേറെ ഇതിൽ നമുക്ക് മാനുവലും ഉണ്ട്, ഒരു CVT ഉണ്ട്. CVT ഒരു 7 സ്റ്റെപ്പ് CVT ആണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒന്നുമില്ല, പക്ഷേ നമുക്ക് ഈ ഗിയർ ലിവർ ഇങ്ങോട്ട് സ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് ഫോക്സ് വാഗൺ സ്റ്റൈലിൽ പ്ലസും മൈനസും ഉണ്ട്. അപ്പോൾ അത് യു ക്യാൻ ഡു ദാറ്റ്. നമുക്ക് പലപ്പോഴും ഒന്ന് മാനുവലി ഓവർ റൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഫാസ്റ്റായിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. സിറ്റി ഡ്രൈവിംഗിൽ വളരെ അഡിക്വേറ്റ് ആണ്. നമുക്ക് അത്യാവശ്യം ഡ്രൈവബിൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷനാണ്. അത്ര എന്തൂസിയാസ്റ്റിക് എഞ്ചിനൊന്നുമല്ല, അത്ര ഫ്യൂൽ എഫിഷ്യൻ്റ് ഒന്നുമല്ല, പക്ഷേ എന്നാലും ഇറ്റ് ഡസ് ദ ജോബ്. നമുക്കിപ്പോൾ ഇത്രയും ഒരു ഡ്രൈവിൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറ്റ്സ് ഷോയിങ് അറൗണ്ട് 13 കിലോമീറ്റേഴ്സ്, നോട്ട് ബാഡ്. നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഓടിച്ചെടുക്കാം. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമറ്റും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഡെയിലി ഡ്രൈവർ അതാണെന്നുണ്ടെങ്കിൽ ദെൻ യു ഡോണ്ട് മൈൻഡ് ഇറ്റ് അറ്റ് ഓൾ. കാരണം ഒരു ഫാമിലി കാറിന് പലപ്പോഴും ഫാമിലി ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് എല്ലാവർക്കും കൂടി ഇരുന്ന് പോവുകയും ചെയ്യാം. റൈഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. സസ്പെൻഷൻ ഒത്തിരി ഒരു സോഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ കാരണം യു ഗെറ്റ് ഡീസൻറ്റ് റൈഡ് ക്വാളിറ്റി. നമുക്ക് ബംസൊക്കെ നല്ല രീതിയിലൊക്കെ ടാക്കിൾ ചെയ്തൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. ഹാൻഡ്ലിങ്ങും ഒരുവിധം നല്ലതാണ്. സ്റ്റിയറിംഗ് ഫീലൊക്കെ വളരെ നല്ലതാണ്. ചെറിയൊരു ബോഡി റോൾ ഉണ്ട്, ബട്ട് ദെൻ ഇറ്റ്സ് നോട്ട് മെന്റ് ടു ബി ഒരു ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള വണ്ടിയായിട്ടല്ല, ഔട്ട് റൈറ്റ് അങ്ങനെയല്ല ഡിസൈൻ ചെയ്തേക്കുന്നത്. വളരെ പ്രെഡിക്റ്റബിൾ ആണ്, നമുക്ക് വളരെ ഫ്രണ്ട്ലി ആണ്. ഡെയിലി ഓടിച്ചിടക്കുമ്പോൾ വളരെ എഫേർട്ട്ലെസ് ആയിട്ടൊക്കെ കൊണ്ടുനടക്കാം. ബ്രേക്സ് ഒക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ്, വലിയ കുഴപ്പമില്ലാത്ത സ്റ്റോപ്പിംഗ് പവർ ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു ഫാമിലി കാറാണ്. ഇപ്പോൾ നമ്മൾ നെക്സോൺ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു വണ്ടി മേടിക്കാൻ നോക്കുന്നതിനേക്കാൾ ബെറ്റർ ക്വാളിറ്റി, ബെറ്റർ കംഫർട്ട്, ബെറ്റർ ഇൻറ്റീരിയേഴ്സ്, ബെറ്റർ ഫീച്ചേഴ്സ്, ഇതെല്ലാം നമുക്ക് ഈ വണ്ടി വലിയ സ്റ്റാൻഡേർഡായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു മാഗ്നൈറ്റോ അല്ലെങ്കിൽ ഒരു പഞ്ചോ ഒക്കെ കൺസിഡർ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും നമുക്ക് ഈ വണ്ടിയിൽ കിട്ടും. ഇതിപ്പോൾ ഒരു റാൻഡം വീഡിയോ ആയിട്ട് തുടങ്ങിയതാണ്, പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഒരു പ്രൈസ് റിവിഷൻ കഴിഞ്ഞപ്പോൾ ഇതൊരു ലോവർ സെഗ്മെൻറ്റിലേക്കും കൂടി കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് വെച്ച് തുടങ്ങിയതാണ്. പക്ഷേ ഈ കോമറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് പ്രൊപ്പോസിഷൻ ആയിട്ട് തോന്നി. ഇപ്പോൾ നിങ്ങളൊരു ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങളൊരു ഹൈബ്രിഡ് വണ്ടി മേടിക്കുകയോ അതോ 20 lakhs ബഡ്ജറ്റിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ, അതായത് ഒരു പെട്രോൾ വണ്ടിയും ഒരു ഇലക്ട്രിക് വണ്ടിയും വേണോ കൺസിഡർ ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൊന്ന് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.